ദേശീയ ജനാധിപത്യ സഖ്യം നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാടിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഹ്വാനവുമായാണ് NDAയുടെ കൺവെൻഷൻ നടന്നത്. നിലമ്പൂർ OCK ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരയക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വികസനം എന്ന് പറയുന്നതിന്റെ ഒരു അംശം ഇവിടത്തേക്ക് ലഭിച്ചത് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കരങ്ങളും കണ്ണുകളും കേരളത്തെ കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇന്ന് കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് അങ്ങ് മഞ്ചേശ്വരം വരെയുള്ള റോഡുകളിൽ വന്നിരിക്കുന്ന വിപ്ലവാത്മകരമായ മാറ്റം നമ്മൾക്ക് കണ്ടേ മതിയാവുന്നു. എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ LDFും UDFും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന കേരളം. ഈ സംസ്ഥാനത്ത് ഇവർ മാറി മാറി ഭരിച്ചപ്പോഴൊന്നും തന്നെ ഇവിടെ കൊണ്ടുവരുവാൻ സാധിക്കാത്ത കാര്യമാണ് നരേന്ദ്രമോദിജി ഏകദേശം കുറഞ്ഞ കാലയളവിൽ ഈ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഏർപ്പാടിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതും അത് വലിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി കേരളത്തിലേക്ക് വന്നു ചേരുകയും ചെയ്തു. കൺവെൻഷനിൽ BJPയുടെ സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ അടുത്ത നാളുകളിൽ കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കുള്ളിൽ പലതവണ അമേരിക്കയിലെ ഫൊക്കാനയുടെ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് അവിടെ എത്തുമ്പോൾ ഇന്നൊരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ കിട്ടുന്ന പ്രൗഡുണ്ടല്ലോ, അഭിമാനം, ഈ ലോകത്തെ ഒരു പൗരനും കിട്ടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, 10, 15, 16 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് വരുമ്പോൾ അന്ന് 4 ലക്ഷം മലയാളികൾ കേരളത്തിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഇന്നത് 12 ലക്ഷം. ഈ കഴിഞ്ഞ 12 വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിന് വിദേശ രാജ്യങ്ങളിൽ കിട്ടിയ ലോകത്തെ ഏറ്റവും മാതൃകാപരമായ വളർച്ച നേടുന്ന രാജ്യമായി വളർത്തിയെടുത്തത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ഒറ്റ മനുഷ്യൻ്റെയും ആ ഭരണകൂടത്തിൻ്റെ കഴിവാണ്. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ്, അജി തോമസ്, സുധീഷ് ഉപ്പട, K പ്രഭാകരൻ, സുനിൽ ബോസ്, ഡോക്ടർ ഗീതാ കുമാരി, സജി കുരുവിക്കാട്, N സുന്ദരേശൻ, വിനീഷ് T, അഡ്വക്കേറ്റ് DK അശോക് കുമാർ, ജിജി ഗിരീഷ്, ഓമനക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൺവെൻഷനിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനമായി.